ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് തക്കാളി രസമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത്. ഈ ടൊമാറ്റോ രസത്തിൻ്റെ ചേരുവകളിൽ വേണ്ടത് ടൊമാറ്റോ വേണം, അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് എടുക്കുക, പിന്നെ 2 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 4-5 പീസ് ഗാർലിക്കും എടുക്കുക. ഇത്രയും ഒരു കല്ലിലേക്ക് ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കുക. തക്കാളി മാത്രം ചതയ്ക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇതുപോലെ ചതച്ചെടുത്ത് വയ്ക്കുക. ഒരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക. ആ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മസ്റ്റാർഡ് സീഡ്സ് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി, ഗാർലിക്, കുരുമുളക് ഇത് മൂന്നും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. മൂപ്പിച്ചെടുക്കണം, കാര്യം നല്ല പച്ചമണമൊക്കെ മാറിക്കിട്ടണം. പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഈ കൂട്ടിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്ത് 1/4 കപ്പ് വെള്ളമാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ കൂട്ടിലേക്ക് തക്കാളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റാണ് കായപ്പൊടി ചേർക്കുന്നത്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല രുചികരമായ തക്കാളി രസം തയ്യാറായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.